ഹായ് ഓൾ, ഇതൊരു ഓട്ടോ ഈറ്റിൻ്റെ ഡേ ആണോ അതോ ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സംഭവം തുടങ്ങിക്കളയാം. രാവിലെ നിലൂനെ കൊണ്ടുവന്ന് ലില്ലിയംസിന്റെ വീട്ടിൽ കിടത്തിയിട്ട് അമ്മച്ചി ഉണ്ടാക്കി ഇഡലിയും സാമ്പാറും കഴിച്ച് ഞാൻ ദേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതൊരു സോളോ ട്രിപ്പാണ്. ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയാലും വഴിതെറ്റിപ്പോവും. അതായത് ട്രെയിനും ബസ്സും ഒക്കെ ഞാൻ മാറിക്കയറും. അതുകൊണ്ട് കണ്ണമോൻ എന്നെ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് തിരിച്ചു പോയത്. ആലൻ രാവിലെ തന്നെ കുക്കുനെയും കൊണ്ട് കോച്ചിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. അവർ ഒരുമിച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോളും. രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ട് തലവേദന വരാണ്ടിരിക്കാൻ ട്രെയിനിൽ നിന്ന് ഞാനൊരു കാപ്പി കുടിച്ചു. ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോവാണ് കേട്ടോ. കാര്യം തികച്ചും പേഴ്സണൽ ആയതുകൊണ്ട് എന്തിനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കുരിശുപള്ളിക്ക് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞാനൊരു ഊണ് കഴിച്ചു. മോരും മീൻകറിയും കുറച്ച് പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫ്രൈയും ഒരു ഡെക്കറേഷനായിട്ട് പറഞ്ഞിരുന്നു. കിളിമീനായിരുന്നു ഫ്രൈ. പിന്നെ ഒരു പെപ്സിയും കൂടെ മേടിച്ചു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കുടിച്ചു പോകാനായിട്ട്. എന്നിട്ടൊരു ഓട്ടോ എടുത്ത് നേരെ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ഇനിയും 1 മണിക്കൂർ ലേറ്റ് ആണ്. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് KSRTC സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ കൊല്ലം വണ്ടിയും തിരുവനന്തപുരം വണ്ടിയും ഒന്നും അവിടെ ഇല്ല. തലവേദന മൂക്കിന്റെ അറ്റത്ത് വന്ന് മുട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ചായ ഞാൻ കുടിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള എല്ലാ വണ്ടിയും കൊല്ലം വഴിയാണ് പോകുന്നതെന്നുള്ള ധാരണയിൽ ഞാൻ കൊട്ടാരക്കര വഴി പോകുന്ന ഒരു ബസ്സിൽ കയറിയിരുന്നു. അവരെന്നെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഞാൻ കായംകുളത്തോട്ട് പോകുന്ന ഒരു ബസ്സിൽ കയറിയിരുന്നു. സമാധാനത്തോടെ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ വെയിൽ വന്ന് തലമണ്ടയ്ക്കടിച്ചു. തലവേദന സ്റ്റാർട്ട് ചെയ്തു. കായംകുളം സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്ക് ഒരു 7up മേടിച്ച തലവേദനയുടെ ഗുളിക അതിലങ്ങ് കുടിച്ചു. ട്രെയിനിന്റെയും ബസ്സിന്റെയും സമയം തപ്പി ബ്രൈറ്റ്നസ്സും കൂട്ടിയിട്ട് സിമ്മുള്ള ഫോണിന്റെ ചാർജ് അപ്പോഴേക്ക് 4% ആയി. ഇനി എനിക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല വഴിതെറ്റിപ്പോയ. അതുകൊണ്ട് പിന്നെ ഞാൻ കറക്റ്റായിട്ട് കൊല്ലത്തിറങ്ങി അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി മാടനട വന്നിറങ്ങി. ഇവിടെ ഇപ്പോൾ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇരുവത്തോട്ട് നേരെ ബസ് കിട്ടത്തില്ല. ഒരു ഓട്ടോയിൽ വീട്ടിലെത്തി. ജ്യൂസിൻ്റെ ബാക്കി നിലൂന് കൊടുത്തു. തലവേദനയൊന്ന് കുറയട്ടെ എന്ന് കരുതി ഞാൻ വീണ്ടും പോയി ഒരു ഇഞ്ചി ചായ ഇട്ട് കുടിച്ചു. നല്ല സ്ട്രോങ് ചായ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാമിലി ഇഷ്യൂസുമായിട്ട് ഞാൻ നല്ല രീതിക്ക് ഓട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. കൃത്യം 4 മണിക്കൂർ സ്ഥലത്ത് എത്തേണ്ടത് കൊണ്ടാണ് KSRTC ബസ്സിൽ കണ്ട ആ മൊട്ടക്കിളവൻ്റെ പുറകെ ഞാൻ പോകാതിരുന്നത്. ആവശ്യത്തിലധികം വള്ളികൾ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വള്ളിയും കൂടെ എനിക്ക് പിടിക്കാൻ തീരെ താല്പര്യമില്ല. വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചിയുടെ തന്നെ വന്ന് നിലൂന് ചോറ് കൊടുത്തു. കുക്കുവിനുള്ള ചോറ് അമ്മച്ചി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിലൂൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെള്ളം ചൂടാക്കിയപ്പോൾ അവിടെ ഒരു കപ്പ് കാപ്പി ഇരിക്കുന്നു. ആർക്കും എടുത്തു വെച്ചിരുന്ന കാപ്പി തണുത്ത് പോയതാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്ക് എടുത്ത് വെച്ചാൽ എന്നാ, നമുക്ക് അങ്ങ് ചൂടാക്കി കുടിക്കാമല്ലോ. അങ്ങനെ ഞാൻ ആ കാപ്പി അങ്ങ് ചൂടാക്കി കുടിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ചില്ലൗട്ടിലാണ് നിലു. പിന്നെ കുക്കു സാർ ഇത്തിരി കൂടെ സമയം എടുക്കും. അപ്പോഴത്തേക്ക് പാൽക്കാരൻ ചേട്ടൻ വന്നിരുന്നു. പാലൊക്കെ മേടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്നെ ആര് കുഴിച്ചിട്ട് ഉമ്മാരാണോ നിന്നെ കുഴിച്ചിട്ടാ? ആലൻ ചോറ് കഴിക്കാറില്ല, ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നുമില്ല. എനിക്കല്ലേലും വിശപ്പില്ല. അതുകൊണ്ട് ഞാൻ ചോറും കഴിക്കുന്നില്ല, ചപ്പാത്തിയും കഴിക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഷുഗർ ഇൻടേക്കൊക്കെ ഞാൻ ഇന്ന് പെപ്സി ആയിട്ടും 7up ആയിട്ടും ജ്യൂസായിട്ടും ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ബീഫ് കറി അവനിൽ വെച്ച് ചൂടാക്കിയെടുത്ത് ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ആലൻ്റെ ഡിന്നറായി. പിന്നെ ഇത്തിരി വിശപ്പ് എവിടെയോ ഇങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിലിരുന്ന് ഒരു പഴുത്ത മാങ്ങയും കൂടെ ഞാനെടുത്ത് കഴിച്ചു. പിള്ളേരെ 2 പേരെയും പാവരിച്ച് ഉറക്കാൻ കിടത്തിയിട്ട് ഞാൻ വന്നതേ നിലൂനുള്ള അമൃതം കാച്ചിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വോട്ട് ഈറ്റിനിടെ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.